ആസാമിലെ കാടുകളിൽ നരഭോജികൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കഥ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് ആസാം കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ചില നരഭോജികളുടെ കഥയാണ്. എന്നാൽ ഈ നരഭോജികൾ ഒരിക്കലും മനുഷ്യരായിരുന്നില്ല. മനുഷ്യരിൽ നിന്നും നരഭോജികളാകേണ്ടി വന്ന ഒരു കൂട്ടം പിശാചുക്കളുടെ കഥയാണ്. ഞാനീ പറയുന്ന ഗണേഷും വിപിനും ഒരു ലോറി കമ്പനിയിലെ ജീവനക്കാരായിരുന്നു. അവർക്ക് പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു കാര്യമെന്നത് ആസാമിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. അങ്ങനെ എപ്പോഴും ഇവർ ഒന്നിച്ചായിരുന്നു ഈ ജോലികളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ഒരിക്കൽ അവർക്ക് ആസാമിലേക്ക് പോകേണ്ടി വന്നു. ആസാമിൽ പോയതിനു ശേഷം അവിടെ നിന്നും സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിറച്ച് അവർ തിരികെ തമിഴ്നാട്ടിലേക്ക് വരികയായിരുന്നു. അങ്ങനെ അവർ വരുന്ന സമയത്ത് കൊൽക്കത്തയിലെ ചില തെരുവോരങ്ങളിൽ വലിയ തോതിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടു. ഏകദേശം 2-3 മണിക്കൂറൊക്കെ എടുക്കും ആ ഒരു ബ്ലോക്ക് മുഴുവനായി തീരണമെങ്കിൽ. അങ്ങനെ ഇരിക്കെയാണ് ഗണേഷ് വിപിനോട് പറഞ്ഞത്, നമുക്ക് മറ്റൊരു വഴിയിലൂടെ പോകാം, ആ വഴിയാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ നേരത്തെ നാട്ടിലേക്ക് എത്താം എന്ന് പറഞ്ഞു. ആ സമയത്ത് വിപിൻ ചോദിച്ചു ഗണേഷിനോട്, അത് ഏതു വഴിയാണെന്ന് ചോദിച്ചു. അത് ആസാമിലെ ഗുവാഹട്ടിയിലുള്ള ഒരു വനവീതിയിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. ആ സമയത്ത് വിപിൻ ഗണേഷിനോട് പറഞ്ഞു, അയ്യോ ആ വഴി നന്നല്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഗണേഷ് ചോദിച്ചു, എന്താണ് ആ വഴിക്ക് ഇത്ര കുഴപ്പമെന്ന്. ആ സമയത്ത് വിപിൻ പറഞ്ഞു, ആ കാടിനുള്ളിൽ ഒരുപാട് ആത്മാക്കൾ സഞ്ചരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കളായ ഡ്രൈവർമാരും അതുപോലെ കണ്ടക്ടേഴ്സും അത് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ രാത്രി സമയത്ത് ആ വഴിയിലൂടെ പോകുന്നത് അത്ര ഉചിതമല്ല എന്ന് ഗണേഷിനോട് വിപിൻ പറഞ്ഞു. ഗണേഷിനേക്കാളും വിപിന് പ്രായം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ പിന്നെ ഗണേഷിന് ഒരു 20 വർഷത്തോളം പ്രവൃത്തി പരിചയം ഈ മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ വിപിൻ്റെ വാക്കുകളൊന്നും ഗണേഷ് കാര്യമാക്കിയെടുത്തതേയില്ല. ചെറുതായി ഒന്ന് ചിരിച്ചു തള്ളിക്കൊണ്ട് വിപിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ആ കാനന പാതയിലൂടെ തന്നെ അവർ യാത്ര ആരംഭിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഏകദേശം 70 കിലോമീറ്ററോളം ഒരു വനപാതയിലൂടെ പോകുന്ന കാര്യമൊന്ന് ആലോചിച്ചു നോക്കി. അങ്ങനെ അവർ 20 കിലോമീറ്ററോളം പിന്നിട്ട സമയത്ത് ഗണേഷ് വിപിനോട് പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്ത ഉറക്കം വരുന്നുണ്ട്, ഞാൻ കുറച്ച് സമയം ഉറങ്ങുകയാണെങ്കിൽ നീ വണ്ടി ഓടിക്കുമോ എന്ന് ചോദിച്ചു. അതിന് വിപിൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വണ്ടി ഓടിക്കാം, ചേട്ടൻ പോയി കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗണേഷ് വിപിന് വഴിമാറി കൊടുത്തുകൊണ്ട് ഗണേഷ് ആ ക്യാബിനറ്റിൽ തന്നെ ഉണ്ടായിരുന്ന പുറകിലുള്ള ഒരു ചെറിയ ബെഡിൽ ഗണേഷ് ഉറങ്ങാൻ ആരംഭിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത്. ആ സമയത്താണ് ഗണേഷ് പെട്ടെന്ന് ഉണരുന്നത്. ഗണേഷ് ഉണർന്നത് തന്നെ സഡനായി ഈ വണ്ടി നിന്നത് മനസ്സിലാക്കിയിട്ടായിരുന്നു ഗണേഷ് ഉണർന്നത്. എന്നിട്ട് പെട്ടെന്ന് ഡ്രൈവർ സീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ വിപിനെ കാണുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഗണേഷ് ചുറ്റുപാടും നോക്കിയെങ്കിലും വിപിനെ കാണാനേ സാധിച്ചിരുന്നില്ല. എന്നിട്ട് ഈ പയ്യൻ എവിടെ പോയി എന്ന ആ ഒരു മട്ടത്തിൽ അവൻ ആ ഒരു ക്യാബിനറ്റിൽ നിന്നും പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ തിരയാൻ തുടങ്ങി. എന്നാൽ അവൻ ഇറങ്ങിയത് ആ കൊടുംകാടിൻ്റെ ഉൾവനങ്ങളുടെ ഏറ്റവും ഒത്ത നടുക്കുള്ള ഒരു പ്രദേശത്തായിരുന്നു. അങ്ങനെ അവൻ അവിടെ ഇറങ്ങിയ സമയത്ത് ആ ഒരു ഭാഗം മുഴുവൻ കൂരാക്കൂരി ഇരുട്ട് നിറഞ്ഞ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ചുറ്റുപാടും മരങ്ങൾ തിങ്ങി നിറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഒരു രീതിയിലും വെളിച്ചം കടന്നു വരുന്നേ ഉണ്ടായിരുന്നില്ല. കാറ്റിൻ്റെ ഒരു സഞ്ചാരം പോലും ആ കാടിനുള്ളിൽ ഇല്ല എന്ന് തന്നെയാണ് സത്യം. അങ്ങനെ അവൻ അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവന് എന്തോ ഒരു ഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങിയത്. ആരോ പാചകം ചെയ്യുന്ന പോലെയും അതുപോലെ എന്തോ മാംസം കരയുന്ന പോലെയും ഒക്കെയുള്ള ഒരു ഗന്ധം അവന് അനുഭവിക്കാൻ തുടങ്ങി.
ഈ ഒരു ഗന്ധം എവിടെ നിന്നാണ് വരുന്നത് എന്ന് അവൻ മനസ്സിൽ ഓർത്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവന് ആ ഒരു ഗന്ധം വരുന്ന ഭാഗത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് ദൂരെ നിന്നും ഒരു വെളിച്ചം കാണുന്നത്. ആ കാടിനുള്ളിൽ ഒരു മൂലയ്ക്ക് ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു തീ കത്തുന്നത് പോലെയുള്ള ഒരു കാഴ്ച അവൻ കാണുന്നത്. എന്നാൽ ആ ഒരു വെളിച്ചത്തെ ലക്ഷ്യം വെച്ച് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ പോകുന്ന വഴി മുഴുവൻ അവൻ വിപിൻ എന്ന പേര് ഉറക്കി ഉറക്കി അലമുറയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗണേഷ് കാടിനുള്ളിലേക്ക് നടന്നു ചെന്നപ്പോഴാണ് ഒരു കൂട്ടം മനുഷ്യർ തങ്ങളുടെ മധ്യത്തിൽ ഒരു വിഗ്രഹമൊക്കെ വെച്ച് അവിടെ എന്തൊക്കെയോ മന്ത്രപൂജകൾ ചെയ്യുന്നുണ്ട്. അവരുടെ അരികിലായി ഒരു പാത്രത്തിൽ ചില സുഗന്ധവ്യഞ്ജനങ്ങളും അതുപോലെ എന്തോ ഒരു തരം കാട്ടുപുഷ്പങ്ങളും അതുപോലെ അവർ തീ കത്തിച്ചുകൊണ്ട് എന്തൊക്കെയോ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മാംസമായിരുന്നു എന്ന് അവന് മനസ്സിലായി. കൂടാതെ പെട്ടെന്ന് അവരോട് അവൻ ചോദിച്ചു, ഞാൻ ഒരു ലോറി ഡ്രൈവറാണ്. എൻ്റെ കൂടെ വന്ന വിപിൻ എന്ന് പറഞ്ഞ കണ്ടക്ടറെ കാണുന്നില്ല. നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ അവൻ ചോദിച്ച ചോദ്യത്തിന് അവർ മറുപടിയായി പറഞ്ഞത്, ഈ കാടിനുള്ളിൽ ഒരുപാട് ആത്മാക്കൾ വസിക്കുന്നുണ്ട്. ആ ആത്മാക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പൂജയാണിത്. നീ ഈ ഭക്ഷണം അതുപോലെ ഈ മാംസവും കഴിച്ച് നിന്റെ വിശപ്പ് മാറ്റിക്കോളും. ഇത് കഴിച്ചതിന് ശേഷം നിനക്ക് ഉറപ്പായും നിന്റെ കാണാതായ അയാളെ തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് വിശപ്പും അതുപോലെ ആ ഒരു പേടിയും നിറഞ്ഞ ആ സാഹചര്യത്തിൽ അവർ ഗണേശിന് നേരെ നീട്ടിയ ആ ഭക്ഷണവും ആ മാംസവും ഗണേശ് കഴിക്കാൻ ആരംഭിച്ചു. എന്നാൽ ആദ്യമൊക്കെ ആ ഭക്ഷണത്തിനും മാംസത്തിനും അവന് വല്ലാത്ത ഒരു രുചി തോന്നിയിരുന്നു. എന്നാൽ ആ ഭക്ഷണം ഓരോന്നായി കഴിക്കും തോറും അവന് എന്തൊക്കെയോ മാറ്റം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ലോഹം കലർന്ന ഒരു ടേസ്റ്റും റബ്ബർ പോലെ വലിയുന്ന മാംസവുമായിട്ട് അവന് തോന്നി. ആ സമയത്ത് അവൻ അവരോട് ചോദിച്ചു, ഇത് എന്ത് തരം ജീവിയുടെ മാംസമാണെന്ന് ചോദിച്ചു. ആ സമയത്ത് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, നീ വയറ് നിറയെ കഴിച്ചോളൂ, ഇനിയും വേണമെങ്കിൽ ഞങ്ങൾ നിനക്ക് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ഇതെല്ലാം മുഴുവനായി കഴിച്ചു തീർത്ത് അവൻ അവിടെ നിന്ന് പോവാൻ ആരംഭിക്കുന്നു. ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഇനി നീ പോകുന്ന വഴി നിനക്ക് നിന്റെ സുഹൃത്തിനെ ഉറപ്പായും കണ്ടു കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവിടെ നിന്ന് വളരെ ആശ്വാസത്തോടു കൂടിയായിരുന്നു പോയിരുന്നത്. അവൻ ആ പൂജ നടക്കുന്ന ഭാഗത്തു നിന്നും അവൻ ലോറിയുടെ അടുത്തേക്ക് പോകുന്നതിനിടയിലാണ് അവൻ വിപിൻ വിപിൻ എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോഴായിരുന്നു അവന് വല്ലാത്ത തരത്തിലുള്ള ഒരു വയറുവേദന അനുഭവപ്പെടാൻ തുടങ്ങിയത്. ആ ഒരു വേദന അവന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ അവന് എന്ത് ചെയ്യണം എന്നറിയാതെ വണ്ടിക്കടുത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് അവനെ കാടിനുള്ളിൽ ഒരു വലിയൊരു രൂപത്തെ അവൻ കണ്ടു. ഒരുപാട് ഉയരമുള്ള ഒരു രൂപം. അതിൻ്റെ കൈകളും കാലുകൾക്കും അസാധ്യമായ ഒരു നീളമുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു രൂപം ഗണേശിനെ തന്നെ നോക്കിക്കൊണ്ട് കാടിനുള്ളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തോന്നി. എന്നാൽ ആ സമയത്ത് ഗണേശിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇവിടെ എന്തൊക്കെയോ തെറ്റായി നടക്കുന്നുണ്ട്, ഞാൻ ചെന്നെത്തിയത് ഒരു വല്ലാത്ത ചതിയിലേക്കാണോ എന്നൊക്കെ അവന് മനസ്സിൽ വല്ലാത്ത തരം ഒരു ചിന്ത അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ആ സമയത്താണ് വിപിൻ ഗണേശിനോട് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയിൽ വന്നത്. ഇവിടെ തെറ്റായി പല കാര്യങ്ങളും അർദ്ധരാത്രിയിൽ നടക്കുന്നുണ്ടെന്ന് വിപിൻ ഗണേശിനോട് പറഞ്ഞ ആ കാര്യം ഗണേശ് അവഗണിക്കുകയായിരുന്നു. എന്നാൽ ഇതുകൂടി അവൻ ഓർത്തതോടെ പെട്ടെന്ന് തന്നെ അവൻ ലോറിയിലേക്ക് കയറി. എന്നാൽ ലോറി മുന്നോട്ട് ചലിപ്പിക്കുന്ന സമയത്ത് അവന് ആ ലോറിയുടെ ക്യാബിനറ്റിൽ മുന്നിലുള്ള കണ്ണാടിയിലൂടെ പുറകിൽ ആരോ ഇരിക്കുന്നത് പോലെ അവന് തോന്നി. എന്നാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ആ വണ്ടിക്ക് മുകളിൽ എന്തൊക്കെയോ ആരോ നടക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇതുകൂടി കേട്ടതോടെ ഗണേശിന്റെ പകുതി ജീവൻ എങ്ങോട്ടോ പോയിരുന്നു. അത് മാത്രമായിരുന്നില്ല, അവന് അസഹ്യമായ വയറുവേദനയും ഛർദ്ദിക്കാൻ വരുന്നത് പോലെയുള്ള ഒരു തോന്നലും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. വണ്ടി ഒന്ന് നിർത്തി വണ്ടിയുടെ ക്യാബിനറ്റിന്റെ മുകളിൽ ഒന്ന് നോക്കി. ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആരോ ഒരു വലിയ നഖം കൊണ്ട് പോറിയ പോലുള്ള ചില പാടുകളും അവിടെ ചില രക്തക്കറകളും അവൻ കണ്ടു. എന്നാൽ ഉടനെ തന്നെ ലോറിയിൽ കയറി അവൻ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവന് അസഹ്യമായ ഛർദ്ദിക്കാൻ വരുന്ന ഒരു തോന്നൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ വീണ്ടും ആ ക്യാബിനറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തേക്കിറങ്ങി ഒരു കാടിൻ്റെ ഓരത്തു നിന്ന് അവൻ പുറത്തേക്ക് ആഞ്ഞാഞ്ഞ് ഛർദ്ദിക്കാനായി ആരംഭിച്ചു. എന്നാൽ അവൻ ഛർദ്ദിക്കുന്ന സമയത്ത് അവൻ നേരത്തെ കഴിച്ചിരുന്ന ആ ഭക്ഷണ മാംസങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു.
അത് ദഹിക്കാത്ത തരത്തിലുള്ള എന്തൊക്കെയോ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിയത്. അവൻ ഛർദ്ദിച്ച ചില മാംസകഷ്ണങ്ങളിൽ ഒരു മനുഷ്യന്റെ വിരൽ പോലെ എന്തോ ഒന്ന് കണ്ടു അവൻ. ആ സമയത്ത് ഗണേഷ് ആ ഒരു കാര്യം ചിന്തിച്ചു. ചിലപ്പോൾ വിഭിന്നയാവാം അവർ കൊന്ന് മാംസമായി ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു ഭക്ഷണം ഞാനും കൂടെ കഴിക്കേണ്ടി വന്നതിൽ അവൻ മനം നൊന്ത് അവിടെ തന്നെ ഇരുന്ന് അവൻ തല തല്ലി കരയാൻ തുടങ്ങി. എന്നാൽ പിന്നീട് അവന് എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ ലോറിയുടെ ഒരു വശത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ ആ കാടിനുള്ളിൽ നിന്ന് കണ്ട ആ മനുഷ്യമാംസം തിന്നുകൊണ്ടിരിക്കുന്ന അവനരികിലേക്ക് വരുന്നത്. ആ സമയത്ത് ആ കൂട്ടം ജനങ്ങൾ ഗണേശനോടായി പറഞ്ഞു, ഇപ്പോൾ നീയും ഞങ്ങളിൽ ഒരുവനായിരിക്കുന്നു. മനുഷ്യമാംസം ഭക്ഷിച്ച നരഭോജിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നീ ഇപ്പോൾ എന്ന് പറഞ്ഞ് അവർ തീർക്കും മുന്നേ അവൻ്റെ ശരീരത്തിൽ അവന് ചില മാറ്റങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. ഉടനെ അവൻ്റെ കൈകളിലെ നഖങ്ങൾ കൂർത്തു വരാനും അതുപോലെ പല്ലുകൾ നീണ്ടു വളരാനും അത് അവനൊരു ഭീകരരൂപിയെ പോലെ ആവാനും അവൻ സ്വയം തോന്നിക്കൊണ്ടിരുന്നു. എന്നാൽ അത് യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ വേണ്ടി ലോറിയിലെ കണ്ണാടിയിൽ അവൻ നോക്കുന്ന സമയത്ത് അവൻ്റെ മുഖം ഒരു പിശാചിനെ പോലെ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തെ പോലെ അവന് തോന്നി. എന്നാൽ ആ സമയത്ത് അവന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാതെ ആ നരഭോജികളോട് അവൻ പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണം ഇവിടെ നിന്ന്. എന്നാൽ ഇനി ഒരിക്കലും നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് ആ നരഭോജികൾ അവനോടായി പറഞ്ഞു. ഞങ്ങളും നിന്നെ പോലെ മനുഷ്യരായിരുന്നു. ഞങ്ങളും ഇതുപോലെയുള്ള ചതിയിലൂടെ നരഭോജികളായി മാറിയതാണ്. അപ്പോൾ നീയും ഇനി ഞങ്ങളിൽ ഒരാളാണെന്ന് പറഞ്ഞു. എന്നാൽ അത് അവന് ഉൾക്കൊള്ളാനേ സാധിച്ചിരുന്നില്ല. പെട്ടെന്ന് അവനോട് ആ നരഭോജികൾ പറഞ്ഞു, അടുത്തതായി ഈ വഴിയിലൂടെ വരുന്ന ആദ്യത്തെ ഭക്ഷണം നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞതോടെ അവനും ഒരു ഭീകരരൂപിയെ പോലെ അവരുടെ കൂടെ ആർത്തുല്ലസിക്കാൻ തുടങ്ങി. എന്നാൽ അവന് ആ സമയത്ത് മനുഷ്യമാംസത്തോട് എന്തോ ഒരു തരം ആകർഷണം തോന്നിയിരുന്നു. ഇനിയും കഴിക്കണമെന്ന ആ ഒരു ചിന്ത അവന് മനസ്സിൽ തോന്നിക്കൊണ്ടേയിരുന്നു. അങ്ങനെയായിരിക്കാം അവന് മുന്നിലുണ്ടായിരുന്ന അത്രയും പേരും പിന്നെയും നരഭോജികളായി മാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ കൂടെ ഗണേഷ് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ കൊടും വനത്തിന് നടുവിലൂടെ ഒരു കാറ് പാഞ്ഞു വരുന്നത് കണ്ടത്. ആ കാറിന് നേരെ ഗണേഷ് പാഞ്ഞെടുത്ത് ആ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ തകർത്ത് അതിനകത്തെ ഡ്രൈവറെ അവൻ ഭക്ഷിക്കാൻ നിൽക്കുന്ന സമയത്താണ് അവന് പെട്ടെന്ന് സ്വയം ബുദ്ധി തിരിച്ചു കിട്ടിയത്. പെട്ടെന്ന് അവൻ വിപിനെ കുറിച്ച് ഓർത്തു. അവനിവിടെ എത്താനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഓർത്തു. അത് ഓർത്തതോടെ അവനിലെ മനുഷ്യത്വം ഉണർന്നു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ആ കാറിനുള്ളിലെ പേടിച്ചിരിക്കുന്ന ഡ്രൈവറോട് പറഞ്ഞു, ഇവിടെ നിന്നും പെട്ടെന്ന് തിരികെ പോയിക്കോളൂ. ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നതല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവൻ ആ കാറിന്റെ മുൻഭാഗത്ത് നിന്നും ഊഴ്ന്നിറങ്ങി. ഉടനെ തന്നെ ആ കാറ് റിവേഴ്സ് എടുത്ത് ആ കാനപാതയിലൂടെ തന്നെ വന്ന വഴിയെ തിരിച്ചു പോന്നു. എന്നാൽ ഇത് കണ്ട ആ നരഭോജികൾക്ക് ഇതൊന്നും അത്ര ദഹിച്ചിരുന്നില്ല. അവർ ഉടനെ തന്നെ വിപിൻ അരികിലേക്ക് അവനെ ഉപദ്രവിക്കാനായി വരുന്ന സമയത്ത് ഗണേഷ് അവരോടായി ബുദ്ധിപരമായി പറഞ്ഞു, എനിക്ക് ഈ രൂപത്തോട് പൊരുത്തപ്പെടാൻ കുറച്ചുകൂടി സമയം നൽകണം. നിങ്ങൾ ഇത്ര ധൃതി കാണിച്ചാൽ എനിക്കിത് സാധ്യമായെന്ന് വരില്ല. എൻ്റെ വണ്ടിയിൽ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അതുകൂടെ എടുത്തു വരാൻ എന്നെ നിങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ നരഭോജികൾ എല്ലാവരും ആ ഗണേശനോട് ശരിയെന്ന് സമ്മതം പറഞ്ഞു. അങ്ങനെ ഗണേഷ് ഉടനെ തന്നെ ആ ലോറിയിലെ ക്യാബിനറ്റിനകത്ത് കയറി അവൻ്റെ അമ്മ അവന് നൽകിയ ചില വസ്തുക്കൾ എടുക്കാനായി പോയി. അതിൽ ഉണ്ടായിരുന്ന ചില വസ്തുക്കൾ ഇതൊക്കെയായിരുന്നു. ഗണേശിന്റെ കുടുംബം പാരമ്പര്യമായി ഹനുമാൻ പൂജ ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് അവൻ്റെ അമ്മ ദൂരവഴിയിൽ എങ്ങോട്ടെങ്കിലും അവൻ യാത്ര പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഒരു ഹനുമാൻ ലോക്കറ്റും അതുപോലെ ഗംഗാതീർത്ഥവും ചില പൂജാഭസ്മങ്ങളും കൊടുത്തു നൽകുന്നത് പതിവാണ്. ആ സമയത്താണ് ഗണേശന് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത് കൊണ്ടാണ് ആ പിശാചുകളിൽ നിന്നും അവൻ തന്ത്രപൂർവ്വം അതെടുക്കാനായി ആ ലോറി ക്യാബിനറ്റിനകത്തേക്ക് കയറിയത്. എന്നിട്ട് അവൻ ആ ഹനുമാൻ ലോക്കറ്റ് എടുത്ത് അവൻ്റെ കഴുത്തിലിട്ടു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം അവനെ നെറ്റിയിലും ശരീരത്തുമെല്ലാം അവൻ പുരട്ടി തുടങ്ങി. ഗംഗാതീർത്ഥം അവൻ്റെ കയ്യിൽ വെച്ചു. കുറച്ചവൻ കുടിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്തതോടുകൂടി അവൻ്റെ ശരീരത്തിൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞിരുന്നു. അവനുള്ളിലുണ്ടായിരുന്ന ആ നെഗറ്റീവ് എനർജി പതുക്കെ ഇല്ലാതാകുന്നത് പോലെ തോന്നി.
എന്നിട്ട് അവൻ അവരുടെ അരികിലേക്ക് ചെന്നു. അവരുടെ ശരീരത്തിലേക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗംഗാജലം തളിക്കാനായി തുടങ്ങി. ആ സമയത്ത് ആ പിശാചുക്കളിൽ ശരീരത്തിൽ ദേഹം പൊള്ളുന്ന പോലെയുള്ള ഒരു അവസ്ഥ കൊണ്ട് അവർ അത് വേദന സഹിക്കാൻ വയ്യാതെ ആ കാടിനുള്ളിലേക്ക് ഒളിഞ്ഞ് ഓടാൻ തുടങ്ങി. അങ്ങനെ ആ പിശാചുക്കളെല്ലാം അവനെ അരികിൽ നിന്ന് പോയ സമയത്താണ് പെട്ടെന്ന് അവന് മുന്നിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടത്. അത് ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നു. എന്നാൽ അതിന് അമാനുഷികമായ ചില കഴിവുകളുണ്ടായിരുന്നു. ആ സ്ത്രീ അവനോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നീ പൂർണ്ണമായും ഒരു നരഭോജിയെ പോലെ ഒരു പൈശാചിക ശക്തിയായി നീയും അവരുടെ കൂട്ടത്തിൽ ലയിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നിനക്കിതിൽ നിന്ന് രക്ഷപ്പെടാനായി ഉണ്ടായിരുന്ന മാർഗം ഉടനെ തന്നെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് 40 ദിവസം നീ വ്രതമെടുക്കണം. 2 നേരം ഭക്ഷണം മാത്രമേ നീ കഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് സകല സമയവും നിന്റെ ഇഷ്ടദേവന്മാരായ അവരുടെ മന്ത്രമൊക്കെ ചൊല്ലി നീ 40 ദിവസം ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ മാത്രമേ നിന്നിൽ നിന്നും ഈ ഒരു അവസ്ഥ ഒഴിഞ്ഞു പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അവന് തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു. ശരീരം മുഴുവൻ ക്ഷീണം തോന്നിയ അവൻ ഉടനെ തന്നെ അവൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന ചരക്ക് സാധനങ്ങളൊക്കെ ലക്ഷ്യസ്ഥാനത്ത് ഇറക്കി അവിടെ നിന്നും അവൻ അവൻ്റെ ഗ്രാമത്തിലെ അമ്പലത്തിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ ഏകദേശം 40 ദിവസം അവൻ പൂജ ചെയ്യുകയും ചെയ്തു. വെറും 2 നേരം മാത്രം ഭക്ഷണം കഴിച്ച് സകല നേരവും അവൻ ഇഷ്ടപ്പെടുന്ന ദേവീദേവന്മാരുടെ മന്ത്രമൊക്കെ ചൊല്ലി അവൻ ആ 40 ദിവസത്തെ വ്രതം പൂർത്തിയാക്കാൻ ഒരുങ്ങി. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവന് മനുഷ്യമാംസം ഭക്ഷിക്കാനുള്ള അവസ്ഥ തോന്നിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഈ മന്ത്രങ്ങളുടെ ശക്തി കൊണ്ടും അവൻ്റെ വ്രതം കൊണ്ടും അവനിൽ നിന്ന് അത് പൂർണ്ണമായി ഇല്ലാതായിക്കൊണ്ടിരുന്നു. 40 ദിവസത്തെ പൂജാകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ വീട്ടിലെത്തി സമാധാനമായി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കം അവനെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. താൻ കാരണമാണ് ബിപിൻ നഷ്ടപ്പെട്ടത് എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ ഉത്ഭവിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ ലോറി ഡ്രൈവർ ആയിട്ടുള്ള ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ തന്നെ ഒരു ചെറിയ കടയുമിട്ട് അവൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഉറക്കത്തിൽ അവന് മുന്നിൽ വിപിൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു, നിങ്ങൾ സ്വയം വേദനിപ്പിക്കരുത്. നിങ്ങൾ കാരണമല്ല ഞാൻ മരണപ്പെട്ടത്. ആ പിശാചുക്കളാണ് എന്നെ കൊലപ്പെടുത്തിയത്. നിങ്ങൾ സമാധാനമായി ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ സ്വപ്നത്തിൽ നിന്നും വിപിൻ ശാപമോക്ഷിതയായി. എന്നാൽ അടുത്ത ദിവസം ഗണേശ് ഉണർന്നതോടെ ഗണേശിൻ്റെ മനസ്സിൽ നിന്നും മുഴുവൻ കറയും നീങ്ങിയിരുന്നു. അതിനുശേഷം ഗണേശ് ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഗണേശ് പലപ്പോഴായി ഓർക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആസാമും ഗുവാഹട്ടിയിലെ ആ വനപാതയും. ഇന്നും ആ വനപാതയിൽ ആരൊക്കെയോ കാത്ത് ആ നരഭോജികൾ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അവരൊരിക്കലും നരഭോജികൾ മാത്രമായിരുന്നില്ല, നരഭോജികളായ പൈശാചിക ശക്തികളായിരുന്നു. ആരെങ്കിലും അവരുടെ മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായും അവരെ അവർ ഭക്ഷിക്കുമായിരുന്നു. എന്നാൽ തനിക്കുണ്ടായ അനുഭവം ഒരു വിചിത്രമായ അനുഭവം പോലെ തന്നെ അവൻ അത് മനസ്സിലാക്കി പതിയെ പതിയെ അത് മറക്കാൻ ആരംഭിച്ചു. ഈ ഒരു കഥ ഞാൻ ചില ഭാഗങ്ങളിൽ നിന്നും കേട്ട ചില അനുഭവങ്ങളും അതുപോലെ ആസാമിലെ കാടുകളിലെ ഈ നരഭോജികളെ കുറിച്ചുള്ള കഥയും ബന്ധപ്പെടുത്തി ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു കഥ തന്നെയാണ്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. ഇതുപോലെയുള്ള ധാരാളം കഥകൾക്കായി നിങ്ങൾക്ക് കാത്തിരിക്കാവുന്നതാണ്.